ഈ ഭർത്താവ് പെട്ടെന്നാ തോന്നണേ. ഒന്ന് കണ്ടു. രാഖിയാണല്ലോ. ആ ഫോണൊന്നും എടുത്തേ മനുഷ്യ. എന്റെ കയ്യിൽ മുഴുവൻ എണ്ണയാ. എന്റെ ഫോണൊന്നും എടുക്കാനേ എന്റെ കൂട്ടുകാരി രാഖിയെ വിളിക്കണേ. ഞാൻ കുളിക്കാൻ കയറിയൊക്കെ പറഞ്ഞാൽ മതി അവളോട്. ഞാൻ പിന്നെ വിളിച്ചോളാം. അതെ, ഒരു മിനിറ്റ് ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ട് പറഞ്ഞാൽ മതി. ഹലോ. ഹലോ. അതെ, അവളെവിടെ പോയി? അവള് കുളിക്കാൻ കയറിയേക്കാ. അവള് കുളി കഴിയുമ്പോ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. ഓക്കെ, ബൈ. ബൈയോ? ഇന്നലെ ചാറ്റ് ചെയ്തപ്പോ സംസാരിച്ച് മതിയായില്ല എന്ന് പറഞ്ഞ ആളിപ്പോ ബൈ പറയണോ? സംസാരിക്കാനൊരു അവസരം കിട്ടിയപ്പോ ഇപ്പൊ സംസാരിക്കാൻ പാടില്ലേ? പേടിക്കണ്ട, ഞാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ആ, ചോദിച്ചോളൂ. ഞാനും നിങ്ങളുടെ ഭാര്യയും തമ്മിൽ വഴക്കുണ്ടാക്കിയ നിങ്ങൾ ആരുടെ ഭാഗത്ത് എത്തും? എന്റെയോ അതോ അവക്കടെയോ? അതിന് നിങ്ങൾ തമ്മിൽ എങ്ങനെ വഴക്കുണ്ടാക്കും? നിങ്ങൾ നല്ല സുഹൃത്തുക്കളല്ലേ. നല്ല സുഹൃത്തുക്കൾ തമ്മിൽ വഴക്കുണ്ടാക്കില്ലല്ലോ, അല്ലേ? ഓ, അങ്ങനെയൊന്നുമില്ല. അത് പോട്ടെ. ഞാനാണിപ്പോ വഴക്ക് തുടങ്ങിയാന്ന് വിചാരിക്കുക. നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും? എന്റെയോ അവളുടെയോ? രാഗി അങ്ങനെ വഴക്കുണ്ടാക്കണ ആളല്ലാന്ന് എനിക്കറിയാം. നല്ല മെച്യൂരിറ്റി ഉള്ള ആളല്ലേ. മെച്യൂരിറ്റി ഉള്ളവര് പൊതുവെ നല്ല രീതിയിലല്ലേ പെരുമാറുള്ളൂ. വഴക്കൊക്കെ ഉണ്ടാക്കൂ. അത് ശരിയാണ്, എനിക്ക് നല്ല മെച്യൂരിറ്റി ഉണ്ട്. പോട്ടെ, നിങ്ങളുടെ ഭാര്യയാണ് വഴക്കുണ്ടാക്കി തുടങ്ങിയെന്ന് വിചാരിക്കുക. നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും? എന്റെയോ അവളുടെയോ? അതെ രാഗി, അവളിപ്പോൾ മെഡിറ്റേഷനും യോഗയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾക്ക് നല്ല മാനസിക നിലവാരമാണ്. അവൾ അങ്ങനെ ഇങ്ങനെയൊന്നും വഴക്കുണ്ടാക്കൂല. ഇപ്പം എന്നോട് പോലും വഴക്കുണ്ടാക്കാറില്ല. ഓ, അതൊക്കെ പഠിക്കുന്നുണ്ടോ? ശരി, ഞങ്ങൾ ഓൾറെഡി വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും? എന്റെയോ അവളുടെയോ? പറയുന്നേ, നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും? അത് പിന്നെ എന്താ ഇത്ര ആലോചിച്ച് നിൽക്കണേ? പറ, മര്യാദയ്ക്ക് പറ. ഞാൻ നിന്റെ കൂടെ നിൽക്കുള്ളൂ. നിന്റെ കൂടെ മാത്രം. അല്ലെങ്കിൽ എനിക്കറിയാം നിങ്ങൾ എന്റെ കൂടെ നിൽക്കുള്ളൂന്ന്. മിടുക്കൻ. എനിക്കറിയാം നിങ്ങൾ എന്റെ കൂടെ നിൽക്കുള്ളൂന്ന്. സംഗതിയൊക്കെ കൊള്ളാം. രണ്ടും അതിജീവിതകളാകാതെ നോക്കിയാൽ നിനക്ക് നല്ലത്. പറഞ്ഞില്ലായിരുന്നല്ലേ.